നമസ്കാരം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. ബിഗ് ബ്രേക്കിംഗിന്റെ പിന്നിൽ മുട്ടിൽ മരമുറി കേസ് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നു. സ്ഥിരമായി കാശ് വാങ്ങുന്നതിന് വേണ്ടി നിരപരാധികൾക്കെതിരെ പരാതി കൊടുക്കുന്ന ആ പരാതിയിൽ അവർ വിചാരിക്കുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസിനെതിരെ സ്ഥിരം കള്ളക്കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് റിപ്പോർട്ടർ ചാനൽ നായികയായി അവതരിപ്പിച്ച ഇരയെന്ന് വ്യക്തമായിരിക്കുന്നു. ആ സ്ത്രീക്കെതിരെ ഇതിനു മുൻപും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അനേകം തവണ കള്ളക്കേസുകൾ കൊടുത്തതിന്റെ പേരിലുള്ള പരാതികൾ. റിപ്പോർട്ടർ ചാനൽ ബോധപൂർവം അവരുടെ മുതലാളിമാരെ മുട്ടിൽ മരമുറി കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ആ കേസിൽ മുതലാളിമാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച ആ കേസിൽ മുതലാളിമാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ തെളിവുകൾ കണ്ടെത്തിയ ഡിവൈഎസ്പി ബെന്നിയെ കൊടുക്കുന്നതിന് വേണ്ടി ഒരുക്കിയ കള്ളക്കേസാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതിന് തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിനുണ്ടാക്കുന്ന നാശം എത്രമാത്രം ഭീകരമാണ് എന്നതിന് തെളിവായി മാറുന്നു ഈ കള്ളക്കഥ. ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അന്വേഷണാത്മക റിപ്പോർട്ടിൽ മികവ് തെളിയിച്ച TV പ്രസാദിനെ പോലെ പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകന് റിപ്പോർട്ടർ ചാനലിൽ കയറിയപ്പോൾ ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നത് ഗതികേടുകൊണ്ടാവും എന്ന് ആശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. TV പ്രസാദിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഇത്രയും നെറികെട്ട തരത്തിലേക്ക് മാധ്യമ പ്രവർത്തന രീതിയെ തള്ളിവിടാൻ എങ്ങനെ കഴിയുന്നു പ്രസാദിനെ? എങ്ങനെ കഴിയുന്നു സുജയ് പാർവതിക്ക് ശമ്പളം കൈപ്പറ്റിയാണെങ്കിലും ഇതൊക്കെ അവതരിപ്പിക്കാൻ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തതുള്ളൂ. അത്രമാത്രം നെറികെട്ട ഒരു വാർത്തയാണിത്. ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത ഒരു കള്ളപ്പരാതിയാണ് ഇതെന്ന് വ്യക്തമായിരിക്കുന്നു. അടിമുടി കള്ളത്തരങ്ങൾ നിറഞ്ഞ ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു വ്യാജ കേസാണ് ഇത് എന്ന് വ്യക്തമായിരിക്കുന്നു. കേസിൽ ആദ്യം പ്രതിയാകുന്നത് CI വിനോദാണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ്. വിനോദിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഇതിനു മുമ്പ് ഉയർന്നു കേട്ടിട്ടേയില്ല. കുടുംബ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി പോയി എന്ന് റിപ്പോർട്ടർ ചാനൽ പറയുന്നുണ്ടെങ്കിലും അതല്ല ശരി. വീട്ടിലേക്ക് വരുന്ന വഴി ഓട്ടോറിക്ഷ വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ കയറി പിടിച്ചു, മോശമായി പെരുമാറി എന്ന പരാതിയുമായാണ് എത്തുന്നത്. ആ പരാതി അന്വേഷിച്ച SHO അപ്പോൾ തന്നെ ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു, പ്രതിയെയും കസ്റ്റഡിയിലെടുത്തു. അയാളെ റിമാൻഡും ചെയ്തു. പക്ഷെ ഇവരുടെ ലക്ഷ്യം ഇയാളെ റിമാൻഡ് ചെയ്യുകയായിരുന്നില്ല, ഇവർക്കെതിരെ കേസ് കൊടുത്ത് അതിന്റെ പേരിൽ കാശ് മേടിക്കുകയായിരുന്നു. ഇവർ പുറത്തുനിന്ന് ചില ഇടനിലക്കാരെ കൊണ്ട് CIA കാശ് കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി ബന്ധപ്പെട്ടപ്പോഴേക്കും ഇയാൾ അകത്തായിരിക്കുന്നു. അകത്തായതോടെ കാശ് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കാശ് വാങ്ങി ഒത്തുതീർക്കണം എന്നാണ് തനിക്ക് ആഗ്രഹമെന്ന് പരാതിക്കാരി CIയോട് പറയുന്നു. CI അതിന് വിസമ്മതിക്കുന്നു. തുടർന്നാണ് CIക്കെതിരെ DYSPക്ക് പരാതി കൊടുക്കുന്നത്. DYSP അപ്പോൾ തന്നെ CIയുടെ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ളവ പരിശോധിച്ച് ഇവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇതിനു മുമ്പില്ലെന്നും ഇത് വ്യാജമാണെന്നും കണ്ടെത്തി. തുടർന്നാണ് CIക്കും DYSPക്കുമെതിരെ അവർ SPക്ക് പരാതി കൊടുക്കുന്നത്. SP അപ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിട്ട് പൂർണ്ണമായും വീണ്ടും പരിശോധന നടത്തുന്നു. ഒരു തരത്തിലുള്ള ബന്ധവും ഈ CIക്ക് അതുമായി ഇല്ലെന്നും ഇതെല്ലാം വ്യാജമാണെന്നും SPക്ക് മനസ്സിലാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാതിരുന്നത്. സംഭവം നടന്നിട്ട് 2.5 വർഷമായി. ഇതുവരെ അവർ കമാന്നുരക്ഷണം പറഞ്ഞില്ല. എന്നാൽ ഇങ്ങനെ ഒരു കേസുണ്ടെന്നറിഞ്ഞ് PV അൻവർ ഈ സ്ത്രീയെ ബന്ധപ്പെടുകയും ഈ സ്ത്രീ ഇന്നലെ PV അൻവറെ പോയി കാണുകയുമായിരുന്നു. അങ്ങനെ PV അൻവറിന്റെ നിർബന്ധപ്രകാരമാണ് അവർ ഇന്ന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി PV അൻവർ പറഞ്ഞിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ഇത് ബിഗ് ബ്രേക്കിംഗ് ആക്കിയത്. എന്തായാലും ഈ വിശദാംശങ്ങൾ തന്റെ സഹപ്രവർത്തകരോട് തുറന്നു പറയുകയാണ് CI. ആരോപണമുണ്ടായുടൻ ഒരു പോലീസുകാരനും ജോലി ചെയ്യാൻ കഴിയാത്ത ഈ സാഹചര്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് തന്റെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം ഇട്ട ഓഡിയോ ക്ലിപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ആ ശബ്ദരേഖ കേൾക്കുക. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇതിലൊരു സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് ഈ വോയിസ് ഞാൻ ഇടുന്നത്. 2022 ഏകദേശം തുടക്കത്തിലാണ്, രാത്രി ഏകദേശം 7 മണിയാകുമ്പോൾ ഒരു സ്ത്രീ തന്നെ അവിടെ ഡെന്റൽ ഡോക്ടറെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഓട്ടോ കയറുമ്പോൾ ഓട്ടോറിക്ഷയിലിരുന്ന ചെറുപ്പക്കാരൻ നീ കൊടുക്കുമോടി എന്ന് ചോദിച്ച് എന്റെ സ്ഥലത്തിന് വിളിച്ചു എന്നാണ് സ്ത്രീയുടെ പരാതി. അതുമായിട്ട് സ്ത്രീ രാത്രി ഒരു 7-8 മണിയുണ്ടാവും സ്റ്റേഷനിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേഷനിൽ PRO ആണ് പരാതി ഹാൻഡിൽ ചെയ്യുക വന്നുടനെ തന്നെ. അപ്പോൾ PRO പരാതി കേൾക്കുന്നു. പരാതി കേട്ട ശേഷം ഈ പരാതിയെ കുറിച്ചിട്ട് എന്നോട് പറയുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ജെന്യൂൻ പരാതിയല്ലേ, നമുക്ക് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാർ എന്നോട് പറഞ്ഞു, സാർ ഈ സ്ത്രീ മുന്നും പലർക്കെതിരെയും പരാതി കൊടുക്കും, ഈ പീഡന പരാതി കൊടുത്തിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ട് പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കി പണം തട്ടുന്ന സ്ത്രീയാണ്, അപ്പോൾ അന്വേഷിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു.
അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഞാൻ രാത്രി പോലീസുകാരെ കുറിച്ച് അന്വേഷിക്കാൻ വിട്ടപ്പോൾ ഓട്ടോറിക്ഷയിൽ ഒന്നുമില്ല, വ്യക്തമായ അഡ്രസ്സൊന്നും കിട്ടുന്നില്ല, സ്ത്രീക്ക് നമ്പറിൽ ഓർമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ശരി, നാളെ നോക്കാം എന്ന് പറഞ്ഞു. രാവിലെ ആകുമ്പോൾ എനിക്ക് കുറെ കോളുകൾ വരികയാണ്. പലരും വിളിക്കുന്നുണ്ടോ, സാർ എങ്ങനെ സ്ത്രീ പരാതിയിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടത് പുറത്തുനിന്നൊക്കെ അവർ സംസാരിക്കേണ്ട ആരൊക്കെയുമായിട്ട് ഇയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് പണം തെറ്റാനുള്ള പരിപാടിയാണ്. സാറ് അത് കേസ് തന്നെ എടുക്കണം, അത് കുറ്റവാളിയാണ്, ഇയാളെ ശിക്ഷിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഉടൻ തന്നെ അതൊരു ശരിയുണ്ട് എന്ന് പരാതിയിൽ ചെറിയൊരു തോന്നൽ തോന്നി. അപ്പോൾ ശരിയുണ്ട്, ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മൾ പ്രതിയെ പിടിച്ചുകൊണ്ടുവന്നു, അവനെ ലോക്കപ്പിലിട്ടു. പിന്നീട് അവൻ റിമാൻഡായി. അവന്റെ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു, അതും കോടതി കൊടുത്തു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഇയാളെ ഒരു ഏകദേശം 1,00,000 രൂപ തന്നാൽ ഇയാൾക്കെതിരെ കേസ് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ആയിരിക്കും മധ്യസ്ഥന്മാർ വഴി സംസാരിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോഴാണ് കേസ് എടുത്ത് വരും സ്ത്രീ അറിയുന്നത്, പ്രതി അറസ്റ്റ് ആയി വരും അറിയുന്നത്. അപ്പൊ സ്ത്രീയുടെ കിട്ടുന്ന പൈസ ഒഴിവായി, ആ കോംപ്രമൈസ് ഒഴിവായി എന്ന് മനസ്സിലായപ്പോൾ സ്ത്രീക്ക് എന്നോട് വളരെ വൈരാഗ്യമായി കേസെടുത്തതിൽ. ഉടൻ തന്നെ ആ സ്ത്രീ എനിക്കെതിരെ പരാതിയുമായിട്ട് ബെന്നി സാർ എടുത്ത് പരാതി കൊടുത്തു. അപ്പോൾ ബെന്നി സാറ് ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ടാണ് എടുത്തു. ബെന്നി സാർ അറിയില്ല, വളരെ ക്ലിയർ കട്ടായിട്ട് ഏതൊരു കേസും അന്വേഷിക്കുന്ന ആളാണ്, ഒരു ഭാഗത്ത് നിൽക്കാത്ത ഒരാളാണ്. അപ്പം അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് എൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നു, എൻ്റെ ലൊക്കേഷൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നേരിട്ട് വന്ന് എൻ്റെ മൊഴിയെടുക്കുന്നു. തിരിച്ചും മറിച്ചും കുറേ കാര്യങ്ങൾ ചോദിച്ചു. സാറിന് മനസ്സിലായി ഞാൻ ആ സ്ത്രീയെ ജീവിതത്തിൽ ഇതേവരെ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടില്ല, ഒരു ലൊക്കേഷനിൽ പോലും ഞാൻ ആ സ്ത്രീ വന്നിട്ടില്ലെന്ന് ബോധ്യമായി. അപ്പോൾ സ്ത്രീ കള്ളപ്പരാതി മനസ്സിലായി. സാർ എന്ത് ചെയ്തു, വളരെ കൃത്യമായിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്തരം കള്ളപ്പരാതിയിട്ട് വന്ന് ആളുകളുടെ അഭിമാനം തകർക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയെ തിരൂർ DSP ഓഫീസിൽ നിന്ന് സാർ വിട്ടയച്ചു. ഈ സ്ത്രീ പിന്നീട് എനിക്കും ബെന്നി സാറിനും എതിരെ പരാതിയിട്ട് അന്നത്തെ SP സുജിദാസ് സാറിന് അറിഞ്ഞു. സുജിദാസ് സാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുഷ്മാജി DSP അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. സുഷ്മാജി DSP അദ്ദേഹം പിന്നീട് എന്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാ നമ്പറിനും കോഡ് ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. എന്നോട് നേരിട്ട് സുഷ്മാജി ഓഫീസിൽ വരാൻ പറഞ്ഞു. അവിടെ നിന്ന് എന്നെ കൊണ്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള തുടക്കം മുതൽക്കുള്ള എല്ലാ മൊഴികളും എടുപ്പിച്ചു, പരിശോധിച്ചു, കോൾ ഡീറ്റെയിൽസും എല്ലാം എടുത്ത്. അതിനിടയിൽ ഈ സ്ത്രീ മറ്റു പലർക്കും എതിരെ ഇതേപോലെ പരാതി നൽകിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് പണം തട്ടിയിട്ടുണ്ടെന്നുള്ള ചില 1-2 എവിഡൻസുകൾ സാറിന് കിട്ടി. അതെല്ലാം ഉൾപ്പെടെ സാർ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സുജിദാസ് സാറിന് സമർപ്പിച്ചു. സുജിദാസ് സാറ് കൃത്യമായി തന്നെ ആ പരാതി കള്ളപ്പരാതി മനസ്സിലാക്കി ക്ലോസ് ചെയ്തു. സാറും വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ആ കാര്യത്തിൽ നിലപാടെടുത്തുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, കള്ളന്മാരായ ആളുകൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും, ഇതിൽ ഒരു സത്യാവസ്ഥയില്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയിലുണ്ട്. പിന്നെ അതെല്ലാം വിട്ടുകളഞ്ഞു. പിന്നെ ഒരു 2-2.5 കൊല്ലത്തോളായി ഈ സ്ത്രീ പൊന്നാനിയുള്ള സ്ത്രീയാണ്. പൊന്നാനിയുടെ പ്രത്യേകത ഉണ്ട്, ഒരു അനീതി കണ്ട ജനങ്ങൾ കൂട്ടം കൂടി ഇളകുന്ന സ്ഥലമാണ്. ഒരു ബീച്ച് കോസ്റ്റൽ ഏരിയയാണ്. അവരുടെ പിന്നാലെ ഒരുവിധം പൊളിറ്റീഷ്യൻസ് എല്ലാം ഉണ്ടാകും. പക്ഷെ ഇത് കള്ളപ്പരാതിയാണെന്നും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഒരാളും ഈ ഒരു പരാതിയിട്ടന്ന് ഒന്നും ചെയ്തില്ല. സ്വാഭാവികമായി 2-2.5 കൊല്ലമായി ഞാൻ മറന്നുപോയി. ഇപ്പോ കുറെ അടുത്തുള്ള കുറെ രാഷ്ട്രീയ നീക്കങ്ങളും അതേപോലെ തന്നെ മറ്റു പല തന്ത്രങ്ങളും ഭാഗമായിട്ട് പോലീസിനെ കരുവാരി തയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കണം ഇത്തരം ഒരു പരാതി പെട്ടെന്ന് റിപ്പോർട്ടർ ചാനലിന് മുന്നിൽ വന്നിട്ടുണ്ടാവുക. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും കുടുംബമുള്ള ആളുകളാണ്. ഒരു പരാതി വന്ന ഉടനെ തന്നെ ഫോട്ടോ സഹിതം ഇയാൾ കുറ്റം ചെയ്ത രീതിയിലൊക്കെ പ്രചരിപ്പിക്കുക. അതിന്റെ മുന്നിൽ എത്രമാത്രം നമ്മുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിഷമിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഈ സമൂഹത്തിന് മുന്നിൽ ജീവിക്കണ്ടേ? കൂടാതെ വളരെ വിഷമമുണ്ടെന്ന് പറയാണ്, എന്തായാലും ഒരു 10 പേര് പറഞ്ഞാൽ ഒരു 6 പേരെങ്കിലും സത്യമാണോ നുണയാണോ എന്നറിയാതെ അത് വിശ്വസിക്കുന്ന പ്രകൃതമാണ് നമ്മുടെ നാട്ടുകാരുടെ ഇടയിലുള്ളത്. ഇനി ഞാൻ നിരപരാധിയാണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ വിളിച്ചു പറയാൻ പറ്റും? എത്ര പേര് മനസ്സിലാക്കും? അതിന്റെ ഒരു മനോവിഷമെങ്കിലും ഇങ്ങനെ പരസ്യമായി പറയുന്ന ചാനലുകാർ മനസ്സിലാക്കണ്ടേ? ഇതേമാതിരി ആരോപണം ആർക്കെതിരെ എങ്ങനെയും കൊടുത്തൂടെ? അപ്പൊ ഈ ഒരു തെറ്റായ പ്രവണത നിർത്തന്നെ വേണം. നമ്മൾക്ക് ഭൂമിയിൽ ഒരു സന്തോഷം ജീവിക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാക്കണം. അത്തരം ഒരു അന്വേഷണം വീണ്ടും നടത്തിയിട്ട് പ്രതിയാണെങ്കിൽ അത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. വെറുതെ ഒരു ആരോപണം വരുമ്പോഴേക്കും പരാതിയും ഫോട്ടോ ഒക്കെ സഹിതം ചാനലടിച്ചു വന്ന് ഒരാൾ താറടിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. നമസ്കാരം.